ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഒരു മന്തി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും മന്തിയൊക്കെ വിചാരിച്ച് പോയി. അപ്പോൾ എന്നും നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് കഴിക്കുന്ന മന്തി മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് വീട്ടിലെങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടാക്കിയിട്ട് തിന്നാൻ വിചാരിച്ചു. നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കാൻ വിചാരിച്ചു. സെറ്റാവോ എന്തോന്നും അറിയില്ല. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് അന്ന് ഇറങ്ങി പുറപ്പെട്ടതാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ ഏട്ടനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഏട്ടൻ സാധനങ്ങളും ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം, ചിക്കനിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മസാലയൊക്കെ തിരുമ്മിയിട്ട് വെക്കാൻ വിചാരിച്ചു. ക്യാപ്സിക്കും സോസും ഒക്കെ ഒഴിച്ചിട്ട് ഞങ്ങളൊന്ന് മസാല തിരുമ്മി വെച്ചു കേട്ടോ. കുറേ ഓയിലും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. കുറച്ച് സോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സോസൊക്കെ ഒഴിച്ച് മാഗി ക്യൂബൊക്കെ ഇട്ട് ഒന്ന് ചിക്കൻ കുറച്ചേരത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. പിന്നെ അപ്പുറത്ത് ഞങ്ങൾ അപ്പോഴേക്കും റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറും ചെമ്പേൻ്റെ അടുത്തൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ചോറും ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം തിളച്ചപ്പോൾ റൈസ് ഇട്ടു. റൈസ് പറയുമ്പോൾ 1 കിലോ അരി ഏട്ടൻ കൊടുന്നിരുന്നത്. സംഭവം 1 കിലോ ഞാൻ അളവൊന്നും നോക്കാൻ തന്നില്ല. മൊത്തം എടുത്ത് കഴുകിയിട്ടാണ് ഇട്ടു. അളവും കാര്യങ്ങളൊന്നും നോക്കില്ല, അതുകൊണ്ട് എടുത്ത് അരി കഴിക്കേണ്ട ഇട്ട് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അരി അത് കുറച്ച് നേരം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കളർ പൊടിയും കാര്യങ്ങളൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നുള്ളു പൊടിയും പിന്നെ മന്തി മസാലയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പാക്കറ്റിൽ മന്തി മസാലയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ചേർത്ത് എന്തായാലും ചിക്കനെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും. ഓയിൽ കുറച്ചൊന്നല്ല മുന്നേ, തോനെ ഓയിൽ വേണം. ഓയിൽ നോക്കിയപ്പോൾ നമ്മൾ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഓയിൽ നല്ല വേണം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓയിലൊക്കെ നല്ല ഒഴിച്ച് സെറ്റ് ചെയ്ത് നോക്കി ഉണക്കനാരങ്ങയും ഓയിലൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. അപ്പം നല്ല ചോന്നിരിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് കുക്കറിൽ ഒന്ന് വിസിലടിപ്പിക്കാൻ വിചാരിച്ചു. 2 വിസിലടിക്കണം, ചിക്കനൊന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഒന്ന് 2 വിസിൽ, ഇനിയിപ്പോൾ അധികം ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ 2 വിസിലടിക്കാൻ വിചാരിച്ചു. എന്നിട്ട് ചിക്കൻ ആ കുക്കറിലൊന്ന് സെറ്റ് ചെയ്തിട്ട് വിസിലടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരി ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗം ആയിക്കഴിഞ്ഞാൽ നല്ല വേവാനും പറ്റില്ല. അപ്പോൾ അരി ഒരു മുക്കാൽ ഭാഗം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്ത് മാറ്റണം. രണ്ടും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പാത്രമൊക്കെ ഒന്ന് മാറ്റി, ഒന്നിൽ കൊള്ളണില്ല, കുക്കറിൽ രണ്ടും കൂടെ കൊള്ളണമില്ല. അപ്പോൾ ഞങ്ങളൊന്ന് മാറ്റി കുക്കർ മാറ്റിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചു. അപ്പോൾ പാത്രത്തിലേക്ക് നമ്മുടെ അരിയൊക്കെ നന്നായി പാകമായിട്ട് കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടി. നമ്മുടെ മന്തി ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മന്തി കാണാൻ? എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. സെറ്റായിട്ടുണ്ട് അല്ലേ?